വണ്ടൂരിന്റെ മധുര സ്വപ്നങ്ങൾക്ക് വിസ്മയിപ്പിക്കുന്ന രുചിവൈവിധ്യങ്ങളുമായി സെയിന്റ് ബേക്ക് സ്വീറ്റ്സ്, കാളികാവ് റോഡ്, വണ്ടൂർ. ഫോൺ 9656781415. മണ്ണപ്പത്തിൽ തുടങ്ങി ഒരൊറ്റ ലോകം ഒരൊറ്റ ജനത എന്ന സന്ദേശവുമായി വണ്ടൂരിൽ സ്നേഹസംഗമം നടന്നു. മൂല്യങ്ങളുടെ സ്വരലയം എന്ന പേരിൽ അമ്പലപ്പടി പുഷ്പാഞ്ജലി ഫാം ഹൗസിൽ വെച്ച് നടന്ന ചടങ്ങിൽ വിവിധ പുസ്തകങ്ങളുടെ പ്രകാശനവും വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. ഒരൊറ്റ ലോകം ഒരൊറ്റ ജനത എന്ന പുസ്തകം AP അനിൽകുമാർ MLA-യും മുസ്തഫ മൗലവിയും ചേർന്ന് പ്രകാശനം ചെയ്തു. മനുഷ്യ സൗഹൃദത്തിൻ്റെയും മൂല്യങ്ങളുടെയും ഓർമ്മപ്പെടുത്തലായി മാറിയ ചടങ്ങ് K. രഘുവിൻ്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത്. രഘു രചിച്ച മണ്ണപ്പം, ഒരൊറ്റ ലോകം ഒരൊറ്റ ജനത എന്നീ പുസ്തകങ്ങളുടെയും ഗുരു നിത്യചൈതന്യയതിയുടെ ബുദ്ധൻ, യേശുക്രിസ്തു, സോക്രട്ടീസ് എന്ന പുസ്തകത്തിൻ്റെയും പ്രകാശനവും ചടങ്ങിൽ നടന്നു. വൈകുന്നേരം ഒരു കാലത്തും ഇല്ലാത്ത ചൂടാണ്. പക്ഷെ ആ ചൂടിലും ഈ വൈകുന്നേരം ഇത്തിരി കാറ്റും കാര്യമൊക്കെ കിട്ടുന്ന ഇവിടെ ഇങ്ങനെ ഒരുമിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ എല്ലാ അന്തരീക്ഷവും ഉള്ള ഏറ്റവും മനോഹരമായ ഒരു വൈകുന്നേരം, ഒരു സായാഹ്നം, അതിൽ നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് കൂടുതൽ സംസാരിക്കുന്നില്ല. കാരണം പുസ്തകം എനിക്കിപ്പോഴാണ് രഘു തന്നത്. ഒന്ന് കണ്ണോടിക്കാനേ കഴിഞ്ഞുള്ളൂ. എങ്കിലും അതിനകത്ത് പറഞ്ഞ ഗുരു നിത്യ ചൈതന്യയതിയുടെ യാത്രകളുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെയുള്ള ഒരു ഓട്ടപ്രദർശനമാണ് രഘുവിൻ്റെ പുസ്തകം. 2.5-3 വർഷക്കാലം യതിയോടൊപ്പം കഴിയാൻ അവസരം കിട്ടിയ ആളാണ് രഘു എന്നുള്ളത് എനിക്ക് പുതിയ അറിവാണ്. എൻ്റെയൊക്കെ കൗമാര യൗവനങ്ങളിൽ ഞാൻ ഏറ്റവും വളരെ ആദരവോടുകൂടി നോക്കിക്കണ്ടിരുന്ന, വായിച്ചിരുന്ന, പ്രഭാഷണങ്ങൾ കേട്ടിരുന്ന, 1-2 തവണ നേരിൽ കാണുവാൻ അവസരം ലഭിച്ച, ഊട്ടിയിൽ പോയി കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ ഒരാളാണ് നിത്യ ചൈതന്യയതി. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെതായ അനുഭവങ്ങൾ, അദ്ദേഹം ഈ പ്രപഞ്ചത്തെ എല്ലാ അർത്ഥത്തിലും യാത്ര കൊണ്ടും അനുമാനം കൊണ്ടുമൊക്കെ അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ, എങ്ങനെയാണ് അദ്ദേഹത്തെ പ്രഭാഷകനെന്നോ അധ്യാപകനെന്നോ ആത്മീയ ഗുരുവെന്നോ ഏതർത്ഥത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചാലും വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കുന്ന അപ്പുറത്ത് വിശാലമായ തലങ്ങളിലേക്ക് വളർന്നു വലുതായ മലയാളത്തിൻ്റെ നമുക്കൊക്കെ എന്നും അഭിമാനിക്കാവുന്ന ഒരാളാണ് ഗുരു നിത്യ ചൈതന്യയതി. ചിത്രകാരൻ സംഗീത് ബാലചന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന ചിത്രപ്രദർശനവും കലാമണ്ഡലം ഉദയഭാനുവും സംഘവും അവതരിപ്പിച്ച കവിതാ സായന്തനവും ശാന്തിപ്രിയയുടെ ബാവുൾ സംഗീതവും സ്നേഹസംഗമത്തിന് മാറ്റുകൂട്ടി. அசைந்தாடும் மயிலொன்று கண்டால், அசைந்தாடும் மயிலொன்று கண்டால், நம்மழகன் வந்தான் என்று சொல்வது போல் தோன்றும். அசைந்தாடும் மயிலொன்று கண்டால், நம்மழகன் வந்தான் என்று சொல்வது போல் தோன்றும். அசைந்தாடும் மயிலொன்று கண்டால், நம்மழகன் வந்தான் என்று சொல்வது போல் தோன்றும். அசைந்தாடும் மயிலொன்று கண்டால் ചടങ്ങിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ ഷൗക്കത്ത്, C. തോമസ് എബ്രഹാം, ജിജോ നിയതം, ഗായത്രി മധുസൂദനൻ, കലാമണ്ഡലം സോണി, സംഗീത സംവിധായകൻ ലെനിൻ പ്രണവം, ബാബു നൈനാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ.